കുറച്ച് നാൾ മുമ്പ് ആമ്പൽ ചെടി വളർത്തിയിരുന്ന വലിയ 23 ഇഞ്ച് ചെടിച്ചട്ടിയാണിത്. അടിയിൽ ദ്വാരമില്ലാതെ വെള്ളം നിറച്ച് കുറച്ച് പൂഴിയൊക്കെ അടിയിലിട്ട് അങ്ങനെയാണ് അന്ന് ആമ്പൽ നട്ടിരുന്നത്. കൂട്ടിന് കുറച്ച് മത്സ്യങ്ങളുണ്ടായിരുന്നു. മത്സ്യങ്ങൾ ഞാൻ പിന്നെ വേറെ ടാർപോളിൻ ടാങ്കിലേക്ക് മാറ്റി. പക്ഷേ ആമ്പൽ എന്തോ അവിടെ നിന്നില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം നശിച്ചു പോയി. ഒരുപക്ഷെ കവർ ചെയ്ത ടെറസ് ആയതുകൊണ്ട് വെളിച്ചം കുറച്ച് കുറവുണ്ടാവും. ഒരു ജനലിൽ നിന്ന് വരുന്ന വെളിച്ചം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണോന്നറിയില്ല, ആമ്പൽ നശിച്ചുപോയി. പിന്നെ കുറേ കാലം ചെടിച്ചട്ടി ഉണക്കി വെച്ചു. പൂഴി അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ വിചാരിച്ചു ഇങ്ങനെ ചെടിച്ചട്ടി വെറുതെ അഴിക്കുകയല്ലേ, ഒരു പുതിയ പരീക്ഷണം. ഞാനിവിടെ മണി പ്ലാന്റ് പല അക്വേറിയത്തിലും ഒക്കെ വളർത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ള മണി പ്ലാന്റ് ഒരു 3 കഷ്ണം മുറിച്ച് കൊണ്ടുവന്നിട്ട് ഈ പൂഴിയിൽ അങ്ങ് നട്ടു. എന്നിട്ട് വെള്ളം നിറച്ചു. ഒരു 4 ജോഡി പുതിയ ഗപ്പികളും കൊണ്ടുവന്നു. ചെറുപ്പത്തിൽ ഗപ്പി വളർത്താറുണ്ടായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്തൊക്കെ മറ്റ് തരം മത്സ്യങ്ങളാണ് കാര്യമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. ഗോൾഡ് ഫിഷ് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ പ്ലാറ്റി, റെഡ് സോട്ടയിൽ, ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, ടെട്ര, ഏഞ്ചൽ, ഇങ്ങനെ പല മത്സ്യങ്ങളെയും വളർത്തി പരീക്ഷിച്ചതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ഗോൾഡ് ഫിഷ് മാത്രം കുറേ മാസങ്ങളായിട്ടൊരു 4 എണ്ണം അത്യാവശ്യം നല്ല വലുപ്പത്തിലൊരു 10-15 സെൻറ്റിമീറ്ററിലധികമൊക്കെ വലുപ്പമായിട്ടുണ്ട്. പിന്നീട് വാങ്ങിച്ച ഗോൾഡ് ഫിഷ് കുറച്ചെണ്ണം എപ്പോഴും ഉണ്ട്, കുറച്ചെണ്ണം ചത്തുപോയി. ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് പ്രശ്നം. കുറച്ച് കാലം നിൽക്കും, പിന്നെ പോവും. അപ്പോൾ എന്തായാലും പുതിയത് വീണ്ടും കുറച്ച് ഗപ്പി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചെണ്ണം ഈ ചെടിച്ചട്ടിയിലിട്ടു. കുറച്ചെണ്ണം അകത്തൊരു ചെറിയ എക്വേറിയം ഉണ്ട്, ഫിഷ് ഒഴിഞ്ഞ് കിടക്കുന്നത്. അതിലും ഇതേ പരീക്ഷണാകത്തും തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് പിന്നീട് അറിയാം. മണി പ്ലാന്റ് വളരുന്ന തോന്നുന്നത്. ഇപ്പോൾ മണി പ്ലാന്റ് മൊത്തത്തിൽ വെള്ളത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കുറേ ചെറിയ തലകൾ പുറത്തേക്ക് വരും. പൊതുവേ ഞാൻ മണി പ്ലാന്റ് വെള്ളത്തിൽ വളർത്തിയാൽ മണി പ്ലാന്റ് ചീഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ല. അതിൻ്റെ വേര് വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണെങ്കിലും താഴെ പൂഴിയിൽ കുഴിച്ചിട്ടാലും മണി പ്ലാന്റ് വളരും. കുറച്ച് ഭാഗം പുറത്തേക്കുണ്ടായാൽ വളരെ നല്ലത്. ഇതിപ്പോൾ മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലാണ്. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കുറച്ച് ഭാഗം മുകളിലേക്ക് ഇങ്ങനെ വരുന്നത് കാണാം. അത് ഞാൻ വേറെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു വീഡിയോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.